ഇന്ന് പുറത്തു വന്ന 4 IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ അടുത്ത IPLിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് യുവരാജുമായി ബന്ധപ്പെട്ടതാണ്. പണ്ട് യുവരാജ് IPL ഉണ്ടാക്കിയ ഓളമൊന്നും ഇതുവരെ ആർക്കും തന്നെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല. അത്രയ്ക്കും ഫാൻസ് പവറായിരുന്നു യുവരാജിന്. T20 ക്രിക്കറ്റ് യുവരാജ് ആയിരുന്നു അടക്കി ഭരിച്ചിരുന്നത്. ഇപ്പോഴത്തെ വീണ്ടും യുവരാജ് IPL 2025ലേക്ക് വരാൻ പോവുകയാണ്. ഇനി യുവരാജിന് പ്ലെയറായിട്ട് ഇറങ്ങാൻ സാധിക്കില്ല. പഞ്ചാബ് കിങ്സിന്റെ കോച്ചായിട്ടാണ് യുവരാജ് വരുന്നത്. പഞ്ചാബിനെ രക്ഷിക്കാൻ വേണ്ടി യുവരാജ് കളത്തിലിറങ്ങുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് CSKയുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്രാവശ്യത്തെ IPLിൽ ദീപക് ചഹറിനെ CSK വാങ്ങിച്ചിട്ടില്ല. ചഹറിനെ കൊണ്ടുപോയത് മുംബൈ ഇന്ത്യൻസ് ആണ്. ഇപ്പോഴിതാ ദീപക് ചഹറിനെ തിരിച്ചു കൊണ്ടുവരാൻ CSK പദ്ധതിയിടുകയാണ്. CSK ട്രേഡിംഗ് ആരംഭിച്ചിട്ടുണ്ട്. സാം കറനെ വിട്ടുകൊടുത്ത് ചഹറിനെ തിരിച്ച് ടീമിലെത്തിക്കാനാണ് CSK ടീമിന്റെ പദ്ധതി. മുംബൈ ടീമിന് സാം കറനെ കിട്ടിയാൽ ഉറപ്പായിട്ടും അവർ വാങ്ങും. മികച്ച ബാറ്റിംഗും ബൗളിംഗും സാം കറൻ ചെയ്യുന്നുണ്ട്. ചഹറിനെ തിരിച്ചെത്തിക്കാനുള്ള പദ്ധതികൾ ഇപ്പോൾ CSK തുടങ്ങി വച്ചിരിക്കുകയാണ്. ഈ ട്രേഡിംഗ് നടന്നാൽ അത് CSK ടീമിനും മുംബൈ ടീമിനും ഗുണകരമാണ്. അടുത്തൊരു അപ്ഡേറ്റ് വാർണറുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്രാവശ്യത്തെ ലേലത്തിൽ അൺസോൾഡ് ആയ താരമാണ് വാർണർ. വാർണർ ഇല്ലാത്ത IPL ആയിരിക്കും അടുത്തത്. അതുകൊണ്ട് തന്നെ ആരാധകർ നിരാശയിലായിരുന്നു. വാർണറുടെ ടീമിലേക്ക് തിരിച്ചെത്തിക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോഴത്തെ രാജസ്ഥാൻ വാർണർക്ക് വേണ്ടി രംഗത്ത് വന്നിരിക്കുകയാണ്. വാർണറെ രാജസ്ഥാൻ ടീമിലേക്ക് എത്തിക്കാനാണ് അവരുടെ പദ്ധതി. സഞ്ജുവാണ് വാർണറെ എടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി രാജസ്ഥാന് ഒരു റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ വാർണറെ രാജസ്ഥാൻ വാങ്ങുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ബട്ട്ലർക്ക് പകരം ഓപ്പണിംഗിൽ ഇറക്കാനാണ് രാജസ്ഥാന്റെ പദ്ധതി. ജയ്സ്വാളും വാർണറും രാജസ്ഥാന് വേണ്ടി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്താൽ അത് രാജസ്ഥാന് ഗുണകരമായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഇഷാനുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് വർഷമായിട്ട് ഇഷാൻ മുംബൈ ടീമിലാണ്. ഇഷാനില്ലാത്ത മുംബൈയെക്കുറിച്ച് ആരാധകർക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല. രോഹിത് ശർമ്മയും ഇഷാനുമാണ് ഒരുപാട് വർഷമായിട്ട് മുംബൈ ടീമിൻ്റെ ഓപ്പണേഴ്സ്. എന്നാൽ ഇപ്രാവശ്യം ഇഷാനെ വാങ്ങിച്ചത് ഹൈദരാബാദായിരുന്നു. ഇപ്പോഴിതാ ഇഷാൻ കിഷൻ മുംബൈ ടീമിലേക്ക് തിരിച്ചു വരാൻ പോവുകയാണ്. ഇഷാന് വേണ്ടി മുംബൈ ഇന്ത്യൻസ് ട്രേഡിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഹൈദരാബാദിന് ഇഷാന്റെ ആവശ്യമില്ല. ഓപ്പണിംഗിൽ മികച്ച താരങ്ങൾ ഹൈദരാബാദിനുണ്ട്. ഇഷാൻ പ്ലേയിങ് 11ൽ പോലും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഇഷാനെ വിട്ടുകൊടുക്കാനാണ് ഹൈദരാബാദിന്റെ പദ്ധതി. ഇഷാൻ വീണ്ടും മുംബൈ ടീമിലേക്ക് തിരിച്ചെത്താൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.